നമസ്കാരം. ലാലൂസ് പീസ് ഡിഫൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ലാസ്റ്റ് ഗേഡ് സർവൻസ് വൈറസ് ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 207/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. സോ 2014 ക്വസ്റ്റ്യൻ പേപ്പർ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ 1. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? ആൻസർ കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് എന്ത് പറഞ്ഞത്? മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണെന്ന്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരാണ് തേക്ക് മ്യൂസിയം. നിലമ്പൂർ തേക്ക് മ്യൂസിയം. നെക്സ്റ്റ് വൺ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായൺ. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം എത്രയാണ്? ആൻസർ കുങ്കുമം, വെള്ള, പച്ച എന്നതാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളുടെ ക്രമം. ആദ്യം കുങ്കുമം, പിന്നെ വെള്ള, പച്ച എന്നിവയാണ്. നെക്സ്റ്റ് വൺ. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം എന്താണ്? ആൻസർ ഫിലാറ്റലിയാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന സാങ്കേതിക നാമം. നെക്സ്റ്റ് വൺ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി ആരാണ്? ആൻസർ വി. വിശ്വനാഥൻ. നെക്സ്റ്റ് വൺ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ആൻസർ കഴ്സൺ പ്രഭു. നെക്സ്റ്റ് വൺ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? ആൻസർ പാക് കടലെടുക്ക്. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ഇടയ്ക്കുള്ളത് പാക് കടലെടുക്കാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ആൻസർ ബംഗാൾ ഉൾക്കടൽ. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ രാഷ്ട്രപതി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? ആൻസർ MV റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? MV റാണി പത്മിനി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂർ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924 ആണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ശുചിത്വം. ശുചിത്വമാണ് നിർമ്മൽ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? ധനകാര്യമന്ത്രി ഏതാണ്? KM മാണിയാണ് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത്. നെക്സ്റ്റ് വൺ. പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കണ്ണൂരാണ് ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ.
ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നെക്സ്റ്റ് വൺ, ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏതാണ്? ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏതാണ്? ആൻസർ പാൻ കാർഡ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം അതാണ് കരിമീൻ. നെക്സ്റ്റ് വൺ, തേയിലയുടെ ജന്മദേശം ഏതാണ്? ചൈന. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ആനമുടി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1875 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നെക്സ്റ്റ്, ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. ആൻസർ ഇതാണ്, രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ഏതാണ്? കാലടി. കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? ആൻസർ കുണ്ടറ. കുണ്ടറ. അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ്? അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ്? ആൻസർ 4. ഇന്ത്യയിൽ 4 വർഷം. അതിവർഷം 4 വർഷം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. അടിത്തറ എവിടെയാണ്? പ്ലാസിയാണ്. മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ്? ആൻസർ DK ജോഷി ആയിരുന്നു ഇന്ത്യൻ നാവികസേനാ മേധാവി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1956ലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. ലോക്സഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ്? 25 വയസ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ അന്ന് 2014 ആയിരുന്നു ഇത് അന്ന് രഘുറാം രാജ്യപ്പെടുത്തത്. ഇപ്പോഴത്തെ ആരാണ്? ശക്തികാന്ത് ദാസ്. നെക്സ്റ്റ് വൺ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം എന്തെന്ന് പറയുന്നു? നിഷേധ വോട്ട്. സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ചിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമാണ് നിഷേധ വോട്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു ആണ് വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2005. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? 10 വർഷം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പോൾ ഉള്ളത് രാജീവ് കുമാർ. നെക്സ്റ്റ് വൺ, മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് മാഡിബ എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആരാണ്? ആൻസർ നെൽസൺ മണ്ടേല മാഡിബ. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം ഏതാണ്? 2012. കായംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? റഷ്യ.
ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ അന്റാർട്ടിക്ക. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്? ആൻസർ 86-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്. 1000 ദ്വീപുകളുടെ നാട് ഏതാണ്? 1000 ദ്വീപുകളുടെ നാട് ഏതാണ്? ഇന്തോനേഷ്യ. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യയാണ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ വരുന്നത് വാഷിങ്ടൺ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ശാന്തിനികേതൻ എവിടെയാണുള്ളത്? ശാന്തിനികേതൻ പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ഒറീസയുടെ ദുഃഖം ഏതാണ്? ഒറീസയുടെ ദുഃഖം ഏത് നദിയാണ്? മഹാനദി. ഒറീസ മഹാനദിയാണ് അവരുടെ ദുഃഖം. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം? ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ISROയാണ് പറയുന്നത്. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങൾ ഉള്ളത് ഏതാണ്? ഉത്തർപ്രദേശ്. സുപ്രീം കോടതി പക്ഷേ ചേഞ്ച് ഉണ്ടാവാം ഇപ്പോഴത്തെ അനുസരിച്ചിട്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം? ആൻസർ 65, 65 സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. നെക്സ്റ്റ് വൺ, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസിക്കുട്ടി. ഇവിടെയാണെങ്കിൽ ഇപ്പോഴത്തത് ആരാണ്? P സതീദേവിയാണ്. ആൻസർ P സതീദേവിയാണ് സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നെക്സ്റ്റ് വൺ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ സർ ഐസക് ന്യൂട്ടൺ. അല്ലേ, 3 ചലന നിയമങ്ങളുണ്ട്. സർ ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ആസിഡുകളുടെ രാജാവ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. അല്ലേ, ഒഴിച്ച് തന്നെ ഉരുകിപ്പോവും. വീര്യം കൂടിയ ആസിഡാണ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആൻസർ ആറ്റം. നെക്സ്റ്റ് വൺ, ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. അല്ലേ, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ് ശരാശരി താപനില എന്നത് പറയുന്നത്? ആൻസർ ഗതികോർജം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ ഗതികോർജത്തിൻ്റെ അളവാണ്? സഞ്ചരിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ്. വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ആൻസർ ചാലനമാണ് താപപ്രേഷണം നടക്കുന്ന രീതി. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്താണ്? ആൻസർ നെഗറ്റീവ് ചാർജ്. അല്ലേ, നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിൻ്റെത്. നെക്സ്റ്റ്, സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഇലക്ട്രോസ്കോപ്പ്. സ്ഥിതി വൈദ്യുത ചാർജ് ഇലക്ട്രോസ്കോപ്പ്. ഉപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഒരു സസ്യകരയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഒരു സസ്യകരയിൽ നിന്നിട്ട് ഒരേ ഇനത്തിൽപ്പെട്ട
അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ടിഷ്യൂ കൾച്ചർ അല്ലേ? ടിഷ്യൂ കൾച്ചർ അല്ലേ? ടിഷ്യൂ കൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്കർവി എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ്? സ്കർവി എന്ന രോഗമുണ്ടാക്കുന്നത് ഏതിൻ്റെയാണ്? ജീവകം സി ആണ് സ്കർവി ഉണ്ടാക്കുന്നത്. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഏത്? കൊതുക് പരത്തുന്ന രോഗം ഏതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? മന്ത്. ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് ഊർജ്ജ നിർമ്മാണ കേന്ദ്രം. ATP ഒക്കെ ഉണ്ടാക്കുന്നത്, ATP ഉണ്ടാക്കുന്നത്, ഊർജ്ജമുണ്ടാക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയയാണ്. കോശത്തിനകത്ത് കാണുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ആൻസർ ജീവകം ഡി അല്ലേ? ജീവകം ഡി ആണ് ആൻസർ. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ്? സസ്യങ്ങൾ. ജലദോഷത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസാണ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം ഏതാണ്? കോളറ. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ഓർണിത്തോളജി ഏതിനും ശാസ്ത്രശാഖയാണ്? ഓർണിത്തോളജി ഏതാണ്? പക്ഷികളെക്കുറിച്ച്. ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ച്. ഒരു ചതുരത്തിൻ്റെ നീളം 40 സെൻറ്റിമീറ്ററും വീതി 20 സെൻറ്റിമീറ്ററും ആയാൽ പരപ്പളവ് എത്രയായിരിക്കും? 800 ചതുരശ്ര സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് 824/68 ഏറ്റവും ചെറിയ രൂപം ഏതാണ്? ആൻസർ 206/17. 6.02 പകുതി എത്രയാണ്? ആൻസർ 3.01. നെക്സ്റ്റ് വൺ. 48/7 തുല്യമായത് താഴെ കാണുന്നതിൽ ഏതാണ്? 6ഉം 7/6. ഒരു വൃത്തത്തിൻ്റെ ഡിഗ്രി അളവിൻ്റെ 1/3 ഭാഗം താഴെ കാണുന്നവയിൽ ഏതാണ്? 120. വിജയന് ഒരു ദിവസത്തെ ചെലവിന് 150 രൂപ വേണം. ഇപ്പോൾ അവൻ്റെ കയ്യിൽ 5000 രൂപ ഉണ്ട്. ഈ രൂപ എത്ര ദിവസത്തേക്ക് തികയും? 33. ഓപ്ഷൻ ബി ആണ് 33. 3000-ൻ്റെ അരഭാഗം സജിയും കാൽഭാഗം വിജിയും തിരിച്ചെടുത്തു. ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 750 രൂപ. 5.29 അധികം 5.30 അധികം 3.20 അധികം 3.60 എത്ര ആണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത്. ജോണി 6000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 6800 കിട്ടിയെങ്കിൽ ബാങ്ക് നൽകിയ വാർഷിക സാധാരണ പലിശ നിരക്ക് എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. 1000 രൂപ ഒരാൾ ബാങ്കിൽ നിന്നും കടമെടുത്തു. ബാങ്ക് 8% വാർഷിക കൂട്ടുപലിശ രീതിയിലാണ് പലിശ കണക്കാക്കുന്നതെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അയാൾ എത്ര രൂപ ആകെ തിരിച്ചടയ്ക്കണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഒരു ഹോട്ടൽ പണിക്കാരൻ ദോശ ഉണ്ടാക്കാൻ 100 കിലോഗ്രാം അരിയും 50 കിലോഗ്രാം ഉഴുന്നും എടുത്തു. ഇവിടെ അരിയുടെ ഉഴുന്നിൻ്റെ അംശബന്ധം എത്രയാണ്? 2:1. രാജു രാവിലെ 6 മണിക്ക് കാറിൽ യാത്ര ചെയ്തത് 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിൽ 10 മണിക്ക് എത്തിച്ചേർന്നു. എന്നാൽ കാറിൻ്റെ ശരാശരി വേഗം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 5/4 × 22 + 7/4 × 22 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 66. സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 6.5 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ്? 224.625 ഘന സെൻറ്റിമീറ്റർ. 81/27 × 144/44 ഘനരൂപം. ലഘുരൂപം എന്താണ്?
ലഘുരൂപം. ഇതെല്ലാം ക്യൂബിൻ്റെ 81 27 ക്യൂബിൻ്റെ ആണല്ലോ. എത്ര വരും ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 60 സെൻറ്റിമീറ്ററും അതിൻ്റെ എതിർ മൂലയിൽ നിന്നും ആവശ്യത്തേക്കുള്ള ദൂരം 25 സെൻറ്റിമീറ്ററും ആയാൽ പരപ്പളവ് എത്രയായിരിക്കും? ആൻസർ 750 ആണ് ചതുരശ്ര സെൻറ്റിമീറ്റർ. 750 ചതുരശ്ര സെൻറ്റിമീറ്റർ. താഴെ കാണുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ അല്ലാത്തത് ഏതാണ്? പൂർണ്ണവർഗമല്ലാത്തത്. ഒരു സമുദ്രത്തിൻ്റെ പരപ്പളവ് 785 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയാണ്? -8 -6 + 3 ലഘൂകരിച്ചാൽ കിട്ടുന്നത് എത്രയായിരിക്കും? -5 ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് LGS ക്വസ്റ്റ്യൻ പേപ്പറുമായി 2014 തന്നെ നെക്സ്റ്റ് ജില്ലകളിലുണ്ട്. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.